മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ പറയാനുള്ളത്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് എക്സാം ഒക്കെ ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് മാരത്തോൺ ക്ലാസ്സുകളും ലൈവുകളെ മിനി മാരത്തോൺ റിവിഷൻ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ലിങ്കും നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ നോട്ട്സ് ഒക്കെ കിട്ടണ്ടേ, അതൊക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്യണം. അതിന്റെ ലിങ്ക് നിങ്ങളുടെ ക്ലാസ്സിന്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന അവിടെ ഫ്രീ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളുടെ, അതായത് ക്ലാസ്സിന്റെ അഡ്മിഷൻ ഒക്കെ എടുത്ത് ബുക്ക് ചെയ്യാനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടേ. ഇന്ന് ടീച്ചർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷാ ചോദ്യമാണ്. എന്തെല്ലാം പഠിക്കണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒന്നാണ് സംഭാഷണം എന്ന് പറയുന്നത്. ഒരു എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒന്നാണ് സംഭാഷണം. അത് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയും അല്ലാതെയും സംഭാഷണം എഴുതാൻ വരും. അപ്പോൾ ഇന്ന് ടീച്ചർ ഒരു സംഭാഷണം തരുന്നുണ്ട്. ഈ സംഭാഷണത്തിൽ ഇതിന്റെ ഉത്തരം മാത്രമല്ല കേട്ടോ, അഭിമുഖ ചോദ്യാവലിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ എഴുതാൻ തയ്യാറാവുന്ന രീതിയിലാണ് ടീച്ചർ ഈ സംഭാഷണം തയ്യാറാക്കിയത്. ഈ സംഭാഷണത്തില് അഭിമുഖ ചോദ്യാവലിക്കുള്ള ചോദ്യങ്ങളും ഇവിടെ കാണൂ കേട്ടോ. അഭിമുഖ ചോദ്യാവലി. അപ്പോ ഒരു ചോദ്യം പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന തരത്തില് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മള് പോവാണേ. ഇതൊരു പ്രവർത്തനമാണ് കേട്ടോ. വെള്ളിയോടുമല സ്കൂളിലെ കുട്ടികൾ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒരു സ്കൂളിന്റെ പേരാണ്. കൃഷിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി സ്കൂൾ ലീഡർ മീനുവിന്റെ നേതൃത്വത്തിലുള്ള കുട്ടികൾ എവിടെ പോയി? കണാരേട്ടന്റെ വീട്ടിലെത്തി. കണാരേട്ടൻ ആ നാട്ടിലെ ഒരു കൃഷിക്കാരനാണ്. അപ്പൊ കണാരേട്ടനോട് ഇവർ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവും. കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. മീനു എന്ന് പറയുന്ന കുട്ടി കണാരേട്ടന്റെ അടുത്ത് ആണ് പോകുന്നത്. കൂട്ടുകാരൊന്നിച്ചാണ് പോയത്. ചോദ്യങ്ങളെല്ലാം മീനു ആണ് ചോദിക്കുന്നത്. അപ്പോൾ മീനു കണാരേട്ടൻ. സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? 2-ലധികം ആളുകൾ ചേർന്നിട്ടുള്ള സംസാരമാണ് സംഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെയാ സംഭാഷണത്തിലുള്ളത്? മീനുവും കണാരേട്ടനുമാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ മീനു ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? മീനു, ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ അങ്ങയുടെ സഹായം വേണം. ആരാണ് പറയുന്നത്? മീനു ആണ് അല്ലെ. നിങ്ങൾ സ്വാഭാവികമായിട്ടും പോയി കഴിഞ്ഞാല് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരികയാണെന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പോ ആദ്യം ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ അങ്ങയുടെ സഹായം വേണം. അപ്പൊ കണാരേട്ടൻ പറയാണ്, പറഞ്ഞോളൂ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോ ഇതാ മീനു, എന്തൊക്കെ വിളകളാണ് ഞങ്ങൾ കൃഷി ചെയ്യേണ്ടത്? ചോദ്യാണ് അല്ലേ. അപ്പോ നിങ്ങൾ കണാരേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ അഭിമുഖ ചോദ്യാവലി എന്ന് പറയുന്നത്. അപ്പൊ കൃഷിയെ കുറിച്ചുള്ള ഒരാളോട് അല്ലെ കൃഷിക്കാരനോട് ഒരു തയ്യാറാക്കാൻ പോകുന്ന അഭിമുഖം നടത്താൻ പോകുന്ന സമയത്ത് ആദ്യം നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ ഒരു ചോദ്യം ഇതായില്ലേ, എന്തൊക്കെ വിളകളാണ് ഞങ്ങൾ കൃഷി ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിന്റെ ഉത്തരം അഭിമുഖ ചോദ്യാവലിയിൽ വേണ്ട. പക്ഷെ സംഭാഷണത്തില് എന്ത് വേണം? കണാരേട്ടന്റെ ഉത്തരവും വേണം. സ്കൂൾ തോട്ടത്തിൽ ഏറ്റവും നല്ലത് ചീരയും പയറും വെള്ളരിയും മത്തനും ഒക്കെയാണ്. സ്കൂളാണല്ലോ, അപ്പൊ ചീരയും മത്തനും പയറും ഒക്കെ നിങ്ങൾ കൃഷി ചെയ്യണം എന്ന് കണാരേട്ടൻ പറയാണ്. മീനു, ഇതിനുള്ള വിത്തുകൾ ഞങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും? ചോദിക്കുകയാണേ, ഇതിനുള്ള വിത്തുകൾ ഞങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? അപ്പൊ കണാരേട്ടൻ, അത് കൃഷിഭവനിൽ നിന്നും ലഭിക്കും. അപ്പൊ മീനു ചോദിക്കുകയാണ്, നന്നായി വളരാൻ നന്നായി വളം ചെയ്യണ്ടേ? അപ്പോൾ അതിനുള്ള ഉത്തരം കണാരേട്ടൻ പറയണം, എങ്കിലേ സംഭാഷണം ആവുള്ളൂ. അത് ചാണകപ്പൊടിയും ലഭ്യമായ മറ്റു ജൈവവളങ്ങളും മതിയാകും. അതിനായിട്ട് ചാണകപ്പൊടിയും മറ്റ് ജൈവവളങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷമൊന്നും ചെയ്യാത്ത വളങ്ങളാണ് അല്ലെ, രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ജൈവവളങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് കണാരേട്ടൻ പറയാണ്. ഇനി ഇത് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് എഴുതാം
അല്ലെ? ചാണകപ്പൊടിയും പിന്നെ എന്താണ് നിങ്ങൾക്ക് വളത്തിന്റെ പേരറിയെങ്കിൽ ഇപ്പൊ എന്നെക്കാട്ടും അറിവുള്ളവരാണ് കൃഷിയുടെ കാര്യത്തിൽ എന്റെ മക്കൾ മുന്നിലിരിക്കുന്നവര്. അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കാറ്, അതിന്റെ പേരൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ. അപ്പോ ഒരു എ ഗ്രേഡ് മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോ ഒന്നുകിൽ 4 മാർക്കിന്റെ ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും. അപ്പൊ 5 മാർക്കിന് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് എളുപ്പം കിട്ടും. ഇനി അഭിമുഖ ചോദ്യാവലി, സംഭാഷണം പഠിച്ചേ, അഭിമുഖ ചോദ്യാവലി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാല് ഈ ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് അഭിമുഖ ചോദ്യാവലിയിൽ വേണ്ടത്. ചോദ്യങ്ങൾ മാത്രം, അതായത് മീനു ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതാണ് അഭിമുഖ ചോദ്യാവലി എന്ന് പറയുന്നത്. അപ്പോ ഇതാ ഞങ്ങൾക്ക് ഈ ചോദ്യമല്ല കേട്ടോ, ഇതാ ഇവിടുന്ന് തൊട്ട് എന്തൊക്കെ വിളകളാണ് ഞങ്ങൾ കൃഷി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്നതിന് പകരം മീന് ചോദിക്കേണ്ടത് അങ്ങ് എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ചോദിക്കാണ് ഇതിനായിട്ട് എന്ത് ജൈവവളങ്ങളാണോ എന്ത് തരം വളമാണ് ഉപയോഗിക്കാറ്, എന്നു മുതലാണ് കൃഷിയിലേക്ക് വരാൻ താല്പര്യം തോന്നി തുടങ്ങിയത്, ആരാണ് അങ്ങയെ ഈ ഒരു കൃഷി രംഗത്തേക്ക് എത്തിച്ചത്, എന്തൊക്കെ തരത്തിലുള്ള പുരസ്കാരങ്ങളാണ് കൃഷി രംഗത്ത് താങ്കൾക്ക് ലഭിച്ചത് എന്നൊക്കെ ചോദിക്കാം. അതുപോലെ തന്നെ ഓരോ വിളയുടെയും എന്താണ് സംരക്ഷണം അങ്ങ് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, അല്ലെ? ഓരോ വിത്ത് നടേണ്ടതിനെ പറ്റി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോവാകുമ്പോൾ സംഭാഷണം വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ, ഇത് എഴുതുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ പരീക്ഷ സമയത്തും അല്ലാതെയുമുള്ള എല്ലാ സഹായത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്താ ഞങ്ങള് ഒപ്പമുണ്ട് എന്നുള്ള ഉറച്ച എന്താണ് നൽകുന്നത്, ഉറപ്പ് തന്നെയാണ് അല്ലേ? അപ്പൊ സൈലം കൂടെ ഉണ്ട്. ശ്രുതി ടീച്ചർ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.